അപ്പോൾ നമുക്കൊരു ഗെറ്റ് റെഡി ഉണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് പോൺസിൻ്റെ മോയ്സ്ചറൈസർ തേക്കുന്നുണ്ട്. ദിങ്ങനെ തേക്കുമ്പോൾ മുഖത്ത് ഗ്ലോ വരുന്നതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കഴുത്തിലൊക്കെ തേച്ച് നമ്മളത് ദിങ്ങനെ ഉറക്കുന്നുണ്ട് മുഖത്ത് മൊത്തം. അപ്പോൾ അങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഇങ്ങനെ ഉരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആവുമായിരിക്കല്ലോ. നല്ല വെയിലുള്ളതുകൊണ്ട് ചൂടുണ്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വാസ്ലിൻ ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി ലിപ് ബാമാണ്, വേണമെങ്കിൽ ട്രൈ ചെയ്യാം. കാരണം ഭയങ്കര ഡ്രൈ ലിപ്സ് ഒക്കെ ആണെങ്കിൽ നല്ല രീതിക്ക് വർക്ക് ആവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് തലയൊക്കെ ഒന്ന് ഇങ്ങനെ ഉണക്കാനുള്ള ശ്രമത്തിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എന്താ ചെയ്യുന്നത് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമുക്ക് ഒരു ഐഡിയ ഇല്ല ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പം ഞാൻ തോന്നൊക്കെ ചെയ്യട്ടെ, കുറച്ച് ഇങ്ങനെ ഊഴുന്ന പോലൊക്കെ ചൂടൊക്കെ അഭിനയിച്ച് കഴിഞ്ഞാൽ മുഖത്തെ മേക്കപ്പ് ഒക്കെ ഉണങ്ങുന്നതാണ്, അല്ല മേക്കപ്പില്ല സ്കിൻ കെയറൊക്കെ ഉണങ്ങുന്നതാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടില്ല ഞാൻ യാർഡ്ലിൻ്റെ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോമ്പാക്ട് പൗഡറുകളുള്ള ആൾക്കാർക്കൊക്കെ അകത്തൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇതില്ല യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹൈലൈറ്റർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റർ ഇതിൻ്റെ കമ്പനിയാണെന്ന് എനിക്കറിയില്ല, കാരണം ഇതൊന്നും എൻ്റെ അല്ല, അതുകൊണ്ട് എനിക്കറിയില്ല, അനിയത്തിൻ്റെ ആണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഹൈലൈറ്റർ ഞാൻ കണ്ണിൽ കുറച്ച് ആക്കിയിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് മാസിൻ്റെ ആണ്. ഷെയ്ഡ് വന്നിട്ട് എനിക്കറിയില്ല, ചെക്ക് ചെയ്യണം. അപ്പം ആ ലിപ്സ്റ്റിക്ക് ഞാൻ ഐഷാഡോ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഐലൈനർ ഇട്ട് കൊടുക്കുകയാണ്. ഐലൈനർ അതും ഏത് കമ്പനിയാണെന്ന് എനിക്കറിയില്ല, അതും ചെക്ക് ചെയ്യണം. എല്ലാവരും ഈ ഐലൈനർ ഫോൺ നോക്കി ഇടുന്ന കാണാറുണ്ട്, പക്ഷെ എനിക്കെന്തോ അത്ര സൂട്ടായി തോന്നിയില്ല. ഞാൻ എപ്പോഴും ഇടുന്ന അത്ര ഒരു ഭംഗി കിട്ടിയിട്ടില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ലിപ്സ്റ്റിക്ക് തന്നെ കുറച്ച് മുഖത്തും കവളിലൊക്കെ ചുവതാണ് ഇങ്ങനെ ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് ബ്ലഷ് ആയിട്ട്. അവസാനം നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഉപയോഗമായിട്ടുള്ള ലിപ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് മുടി ഒന്നും കൂടെ ഒന്ന് ഉണക്കാനുള്ളത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആഭരണപ്പെട്ടി എടുത്തത്. അതിലങ്ങനെ ആഭരണം എന്ന് പറയുന്നൊന്നുമില്ല, കുറച്ച് കുഞ്ഞു ആക്സസറീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബ്രേസ്ലെറ്റ് പോലത്തൊരു ബാൻഡിൽ ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. അതിൻ്റെ കുറച്ച് ഷോ ആണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ഒരു കുഞ്ഞു സ്ഥലത്ത് ഞാൻ എൻ്റെ എന്താ പറയുക മാലയും റിങ്ങൊക്കെ വെക്കുന്നത്. അപ്പം അതും എൻ്റെ അതിനൊരു മാല എടുത്തിട്ട് അത് ഞാൻ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അതൊന്ന് കാണിച്ച് കുറച്ച് ഷോ അടിച്ച് മുടിയൊക്കെ ഇങ്ങനെ ആക്കി. അത് കഴിഞ്ഞിട്ട് എൻ്റെ കമ്മൽ ഓൾറെഡി ഉള്ള കമ്മൽ മാറ്റിയിട്ട് പുതിയത് ഇടാൻ വേണ്ടി വെക്കാം. അത് അയച്ചു കൊടുത്തു. പിന്നെ ഇതിപ്പോൾ ചെക്ക് കാണാൻ ഇത് വേണമെന്നുള്ളൊരു ഡൗട്ടിലാണ്. പക്ഷെ അതിപ്പം അങ്ങനെ ഫൈനലി ഞാൻ ഏത് തിരഞ്ഞെടുത്തു, ഇത് തിരഞ്ഞെടുത്തു. അപ്പം അത് കഴിഞ്ഞിട്ട് അതൊന്ന് അങ്ങനെ ഇങ്ങനൊക്കെ കാണിച്ച് ചെവിയിലിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയും മുടി ആക്കലാണ് ഒരു മെയിൻ പരിപാടി ശരിക്കും പറയുകയാണെങ്കിൽ. കാരണം ഞാൻ എത്ര പ്രാവശ്യം മുടി അങ്ങോട്ടും ഇങ്ങോട്ടാക്കിയെന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞ് ഞാനൊരു ഒരു ക്യൂട്ടായ റിങ്ങുണ്ട്, അപ്പം അതും ഇട്ട് കൊടുത്ത് പിന്നെ മുടിയിലാക്കി. അങ്ങനെ ഞാൻ എൻ്റെ ഫൈനൽ മുഖപരിപാടിയിലേക്ക് കടന്നു. ആദ്യം വെച്ച് കൊടുത്ത പൊട്ടായി, രണ്ടാമത് വെച്ച് കൊടുത്ത പൊട്ടായില്ല, മൂന്നാമത് ഞാൻ പിന്നെ ഒരു പൊട്ടെടുത്തു, അത് ആയി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുടിയാക്കി കൈ കൊണ്ടൊക്കെ കുറച്ച് ഒഴിച്ച് പിന്നെ ഞാൻ എൻ്റെ ബോഡി കെയറിലേക്ക് കടന്നു. ആദ്യം സൺസ്ക്രീം, അതായത് ബോഡി സൺസ്ക്രീം ഇട്ട് കൊടുത്തു, ബോഡി ലോഷൻ ഇട്ട് കൊടുത്തു. അത് വിഷ് കെയറിൻ്റെ ആണ്, അടിപൊളി സാധനമാണ്. ഞാൻ എത്രയോ കാലം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. നല്ല രസമാണ്, നല്ല സ്മെല്ലും ആണ്, ബോഡിക്ക് നല്ലൊരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ കിട്ടും. അങ്ങനെ വിചാരിച്ചാൽ മതി, ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും മുടി ഒരു 10 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടാക്കി. ഇപ്പം ഞാൻ എന്തോ തിരഞ്ഞുകൊണ്ടത് എന്താണെന്ന് എനിക്കറിയില്ല. അവസാനം ചീർപ്പ് പരത്തി, അങ്ങനെ പരത്തി അവസാനം കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ നടുപ്പഴുപ്പൊക്കെ എടുത്ത് എന്താ പറയുക മുടി നല്ല ഷണ്ണ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് ഇങ്ങനെ അതാകുമ്പോൾ അത് ശരിയാവുമായിരിക്കും, അതിനാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റിക്സിൻ്റെ ഹെയർ സെറാണ് ഉപയോഗിക്കുന്നത്. അത് നല്ല സാധനമാണ്, അടിപൊളി സാധനമാണ്. അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ അടിപൊളി സാധനമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തത് കുറച്ച് നല്ലതാണ് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുള്ളൂ. അങ്ങനെ ഞാൻ അത് ഹെയറിൽ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെയും മുടി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എന്തോ ഞാൻ അതിനിടെ തിന്നാൻ പോയിരുന്നു. അപ്പം ആയ ഒരു പരിപാടിയത് അത് ഞാൻ ഒന്നും കൊണ്ട് റെഡിയാക്കി കൊടുത്ത് പിന്നെ ഒന്ന് ലിപ്സ്റ്റിക്ക് റീടച്ചപ്പ് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് എന്താ പറയുക സ്പ്രേ. ഇത് എനിക്കെൻ്റെ ഫ്രണ്ട് തന്നൊരു സാധനമാണ്, പുള്ളിക്കാരത്തേക്ക് പറ്റായിട്ട് തന്ന സാധനമാണ്. ശരിക്കും ഇത് ആദ്യം അടിക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു ഇതായിരിക്കും, പക്ഷെ പിന്നെ എനിക്ക് ഭയങ്കര സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് ഞാനൊന്ന് ഉറച്ചു കൊടുത്ത് ഫൈനലി നമ്മൾ സ്ഥലത്തെത്തി. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. അപ്പം നമ്മൾ ഒരു അമ്പലത്തിലേക്ക് പോവാണ്, അതിൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടം ആയിരിക്കുന്നു. അപ്പം ബൈ.